ഫുട്ബോൾ പ്രേമികളെല്ലാം ഇഷ്ട ടീമുകളുടെ ഫ്ലക്സുകൾ വയ്ക്കാറുണ്ട്. എന്നാൽ ബ്രസീൽ ടീമിനോടുള്ള ആരാധനയിൽ വീടിന് ബ്രസീൽ ടീമിന്റെ നിറങ്ങൾ നൽകിയിരിക്കുകയാണ് പാലക്കാട് നെന്മാറ സ്വദേശി ഷെയ്ഖ് ഷബീർ. സച്ചിൻ വള്ളിക്കാട് തയ്യാറാക്കിയ ബ്രസീൽ വീട്ടുകാരുടെ വിശേഷങ്ങൾക്കാണ്. നാടെങ്ങും ഫ്ലക്സ് വെക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ഫുട്ബോൾ ആരാധനയിലാണ് നെന്മാറ സ്വദേശിയായിട്ടുള്ള ഷെയ്ഖ് ഷബീർ ഉള്ളത്. വീട് ആകെ ബ്രസീൽ മയം, അതായത് ബ്രസീലിൻ്റെ പതാകയുടെ നിറമൊക്കെ അടിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തമായിരിക്കുകയാണ്. ഇത് മുൻകാലങ്ങളിലും ചെയ്തിരുന്നോ? ഇത് മൂന്നാമത്തെ വേൾഡ് കപ്പിലാണ് ഇപ്പോൾ ഇതേ പെയിൻറ്റ് അടിക്കുന്നത്. നമ്മൾ ആദ്യം വീട് കെട്ടിയത് ഏകദേശം ഒരു 12 വർഷമായി. 12 വർഷത്തിന് കെട്ടിക്കഴിഞ്ഞ് 1 വർഷമായപ്പോഴാണ് വേൾഡ് കപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ബ്രസീൽ ആരാധന ചെറുപ്പം മുതലേ. ശരി പറയുകയാണെങ്കിൽ ജീവനാണ് ബ്രസീൽ. ആരാധന അങ്ങ് തലക്ക് പിടിച്ചു. മറ്റുള്ളവർ ഭ്രാന്താണെന്നൊക്കെ പറയാം. അങ്ങനെയാണ്. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ വീടിന് തന്നെ എന്നോ പെയിൻ്റ് അടിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ബ്രസീലിൻ്റെ പെയിൻ്റ് അടിച്ചത്. ഇപ്പോൾ ഏകദേശം ഇത് മൂന്നാമത്തെ വേൾഡ് കപ്പാണ് ഇപ്പോൾ അടിക്കുന്നത്. നിങ്ങളും ബ്രസീൽ ഫാനാണോ? അതെ. തവണ കപ്പടിക്കോ? കപ്പടിക്കും. ഉറപ്പായോ? ഉറപ്പ്. മോളോ? എൻ്റെ പേര് ഷാനുൻ. ഞാൻ ബ്രസീൽ ഫാൻ തന്നെ. ഇപ്രാവശ്യം നല്ല ടീം, പിന്നെ നെയ്മറുടെ ലാസ്റ്റ് കളിയാണ്. അപ്പോൾ കപ്പടിക്കുന്നു തോന്നുന്നു. ഈ പെയിന്റ് അടിയൊക്കെ ഇഷ്ടമാണോ വീട്? പിന്നെ ബ്രസീലല്ലേ, അപ്പം എന്തെങ്കിലും അടിച്ച്. എങ്ങനെ ചിലവൊക്കെ വമ്പിച്ച ചിലവാണോ? നമ്മുടെ ആരാധന ആയതുകൊണ്ട് പിന്നെ ചിലവിൻ്റെ കാര്യം നമ്മൾ ഓരോരുത്തരുടെ താല്പര്യമുള്ളൂ. അത് ആരാധനയ്ക്ക് ചിലവ് എന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ പോവും. ബ്രസീൽ വേൾഡ് കപ്പും ഉണ്ട്. അതെ, വേൾഡ് കപ്പും ഉണ്ട്. അതിന് നല്ല ടീമാണ് ഇപ്രാവശ്യം എന്തായാലും. പിന്നെ ആഞ്ചലോട്ടിയൊക്കെയാണ് നമ്മുടെ കോച്ച്. അതുകൊണ്ട് കപ്പെടുക്കാൻ ഭാഗ്യം കൂടി തുണയ്ക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും കപ്പടിക്കും. നമ്മൾ ഈ നെന്മാറിലൊരു ക്ലബ്ബുണ്ട്, ഉഷസ് ക്ലബ്ബ് എന്ന് പറയും ഇവിടുത്തെ. അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ കളിക്കുന്നതും. അവർ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു വലിയ ബിഗ് സ്ക്രീനൊക്കെ വെച്ചിട്ട് കളി കാണാനുള്ള സെറ്റപ്പാണ്. പുലർച്ചെയാണല്ലോ കളി, അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് ഒരുമിച്ചിരുന്ന് കളി കാണാമെന്നുള്ള. വ്യത്യസ്ത ടീമുമായിട്ട് വാക്പോരൊക്കെ ഉണ്ടാവാറുണ്ടോ? അത് ആരോഗ്യപരമായ ഇതെല്ലാം വാക്പോരെല്ലാം ഉണ്ടാവും. എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അത് എന്തായാലും അങ്ങനെ. പിന്നെ എല്ലാ ഫ്രണ്ട്സാണല്ലോ, അതെല്ലാം ഉണ്ടാവും. അത് അങ്ങനെ പോവും. ഈ ഫ്ലെക്സ് ഒക്കെ പൊതുവായി വെക്കാറുണ്ട്, പക്ഷേ ഈ പെയിന്റ് അടിയിലേക്ക് എങ്ങനെ എത്തിയത്? അല്ല ഫ്ലെക്സ് നമ്മൾ അതാണല്ലോ നമ്മൾ അത്രയും കട്ടയ്ക്ക് തലയ്ക്ക് പിടിച്ചു എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അതാണ്. പിന്നെ ഇപ്പോൾ വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അതെ, തീർച്ചയായും വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതാണല്ലോ സത്യം. നല്ല സപ്പോർട്ടാണ്, കട്ട സപ്പോർട്ടാണ്. ഇനി മൂന്നാമത്തെ തവണ ഇത് മൂന്നാമത്തെ തവണ. അത് ബ്രസീൽ വീട് എന്നാണ് നെന്മാറിൽ അറിയപ്പെടുന്നത് തന്നെ. പിന്നെ അത് ഇപ്പോൾ ഒരു സെൽഫി സ്പോട്ടായി മാറിയിട്ടുണ്ട്. എല്ലാവരും ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. എല്ലാവരും ചോദിച്ചിട്ട് ചേട്ടാ ഫോട്ടോ എടുത്തോട്ടെ, ചേച്ചി ഫോട്ടോ എടുത്തോട്ടെ. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ അത് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു ബ്രസീൽ വീട്, അതായത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ബ്രസീൽ വീട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.